നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കശാപ്പിന് കന്നുകാലികളെ വിൽക്കുന്നത് രാജ്യവ്യാപകമായി നിരോധിച്ചു. നടപടി മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ നിയമം അനുസരിച്ച്. ഉത്തരവ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റേത്. കേന്ദ്ര തീരുമാനം അംഗീകരിക്കില്ലെന്ന് മന്ത്രി സുനിൽ കുമാർ. വിഭജനമുണ്ടാക്കാൻ നീക്കമെന്ന് മന്ത്രി ജി സുധാകരൻ. ഉത്തരവ് നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് ബിജെപി. തിക്കോടി ഗോഡൌണിൽ നിന്ന് കാണാതായ അരിയും ലോറിയും മീനങ്ങാടി FCI ഗോഡൌണിൽ. തിക്കോടിയിൽ നിന്ന് മീനങ്ങാടിയിലേക്ക് ഒരാഴ്ച. വയനാട് റെയിൽവേ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കർണാടക നേതൃത്വവുമായി ചർച്ച നടത്തി. കർണാടക അനുകൂലമെന്ന് നേതാക്കൾ. പ്രിയദർശിനി ട്രാൻസ്പോർട്ട് സഹകരണ സംഘത്തിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ തെളിവെടുപ്പ്. വിശുദ്ധ റംസാൻ വ്രതാചരണത്തിന് തുടക്കം. പള്ളികളും മുസ്ലിം ഭവനങ്ങളും ഒരുങ്ങി. H1N1 പനി വർദ്ധിച്ചു. ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. നിറമാട് കോളനിയിൽ ഡിഫ്തീരിയ പ്രതിരോധ നടപടി. പിണറായി ഗവൺമെന്റിന്റെ 1ാം വാർഷികം. കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. വനിതകൾക്കെതിരായ അതിക്രമം 1 വർഷത്തെ നേട്ടമെന്ന് KK അബ്രഹാം. വിശദമായ വാർത്തകളിലേക്ക്. കന്നുകാലികളെ കശാപ്പിനായി വിൽക്കുന്നത് രാജ്യവ്യാപകമായി നിരോധിച്ചു. മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ നിയമം അനുസരിച്ച് കേന്ദ്ര സർക്കാരിനു വേണ്ടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് വിജ്ഞാപനം പുറത്തിറക്കിയത്. കന്നുകാലികളെ കൊല്ലുകയില്ല എന്ന് സത്യവാങ്മൂലം നൽകാതെ വിൽപ്പനയ്ക്ക് പോലും എത്തിക്കരുതെന്ന് നിർദ്ദേശം. കേന്ദ്ര തീരുമാനം അംഗീകരിക്കില്ലെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. ഉത്തരവ് രാജ്യത്തെ പൌരന്മാരുടെ ഭക്ഷണ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമെന്നും മന്ത്രി. പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു അനിമൽസ് ആക്ട് പ്രകാരം കന്നുകാലി വിൽപ്പനയ്ക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സംസ്ഥാനാന്തര വിൽപ്പന പാടില്ല. വിൽക്കുന്നത് കാർഷിക ആവശ്യത്തിനു മാത്രമാകണം. സംസ്ഥാന അതിർത്തിക്ക് 25 കിലോമീറ്റർ ചുറ്റളവിൽ കന്നുകാലി ചന്ത പാടില്ല. കന്നുകാലികളെ ബലി നൽകാൻ പാടില്ല. കാള, പശു, പോത്ത്, ഒട്ടകം എന്നിവ നിരോധനത്തിന്റെ പരിധിയിൽ വരും. കന്നുകാലി വാങ്ങുന്നത് കർഷകനാണെന്ന് ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. കന്നുകാലി ചന്തകൾ സംസ്ഥാന അതിർത്തികളിൽ നിന്ന് 25 കിലോമീറ്ററെങ്കിലും വിട്ടായിരിക്കണം. മാർക്കറ്റുകളിൽ വാഹനങ്ങളിൽ മൃഗങ്ങളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുമ്പോൾ മൃഗഡോക്ടറുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നും ഉത്തരവ് നിർദ്ദേശിക്കുന്നു. നിരോധന ഉത്തരവ് RSS അജണ്ട നടപ്പാക്കാനാണെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ പ്രതികരിച്ചു. കന്നുകാലി കശാപ്പ് സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ്. ഉത്തരവിന്റെ നിയമവശങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്ത് വിഭജനമുണ്ടാക്കാനാണ് നീക്കമെന്ന് മന്ത്രി ജി സുധാകരനും ഉത്തരവ് നേരത്തെ വരേണ്ടതായിരുന്നുവെന്ന് BJP നേതാവ് K സുരേന്ദ്രനും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് വയനാട് ന്യൂസ്. FCIയുടെ അരി മറിച്ചു വിൽക്കൽ. ലോഡ് കയറ്റിയ ലോറി ഒരാഴ്ചയ്ക്ക് ശേഷം മീനങ്ങാടി FCI ഗോഡൌണിലെത്തി. ഗോഡൌണിലെത്തിയ വാഹനം DYFI പ്രവർത്തകർ തടഞ്ഞുവെച്ചു. തിക്കോടിയിൽ നിന്നും 20-ന് പുറപ്പെട്ട ലോറിയാണ് മീനങ്ങാടിയിൽ എത്താതിരുന്നത്. ഇതിനിടെ അരി കോഴിക്കോട് വലിയങ്ങാടിയിൽ മറിച്ചുവിറ്റതായി ആരോപണം ഉയർന്നിരുന്നു. ഒരാഴ്ചയ്ക്ക് മുമ്പ് തിക്കോടി FCI ഗോഡൌണിൽ നിന്നും മീനങ്ങാടി FCI ഗോഡൌണിലേക്കെന്ന് പറഞ്ഞ് പുറപ്പെടുകയും പിന്നീട് മുങ്ങുകയും ചെയ്ത അരി കയറ്റിയ ലോറിയാണ് ഒടുവിൽ മീനങ്ങാടി എത്തിയത്. KL10E 1777 നമ്പർ ലോറിയാണ് ഇന്ന് രാവിലെയോടെ മീനങ്ങാടിയിലെത്തിയത്. ലോറിയിലെ അരി കോഴിക്കോട് വലിയങ്ങാടിയിൽ മറിച്ചുവിറ്റെന്ന് സംശയമുയർന്നതിനെ തുടർന്ന് ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ലോറി മീനങ്ങാടി FCI ഗോഡൌണിന് മുന്നിലെത്തിയത്. സംഭവം വിവാദമായതിനെ തുടർന്ന് DYFIയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ വാഹനം ഗോഡൌണിലേക്ക് കടത്താതെ തടഞ്ഞു. സ്ഥലത്തെത്തിയ മീനങ്ങാടി പോലീസ് ബന്ധപ്പെട്ട അധികൃതർ എത്തി പരിശോധന നടത്തിയ ശേഷമേ ലോറി അകത്തേക്ക് കയറ്റിവിടൂ എന്നറിയിച്ചതോടെയാണ് പ്രതിഷേധം താൽക്കാലികമായി അവസാനിച്ചത്. ലോറി തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്നും തിരുവനന്തപുരത്തു നിന്നും വെയർഹൌസിംഗ് വിഭാഗത്തിലെ വിദഗ്ധ പരിശോധന സംഘം എത്തിയ ശേഷം കൂടുതൽ നടപടി സ്വീകരിക്കാമെന്നും മീനങ്ങാടി പോലീസ് പറഞ്ഞു. തിക്കോടി ഗോഡൌണിൽ നിന്നും ലോഡ് ചെയ്ത അതേ അരി തന്നെയാണോ ഒരാഴ്ചയ്ക്ക് ശേഷം മീനങ്ങാടിയിൽ എത്തിയതെന്നടക്കം സംഘം പരിശോധിക്കും. സംഭവത്തിൽ ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ച വെയർഹൌസിംഗ് അധികൃതർ 4 ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ചില ഉദ്യോഗസ്ഥരടക്കം പങ്കാളികളായി അരി മറിച്ചുവിറ്റെന്ന ആരോപണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ലോറി മീനങ്ങാടിയിൽ എത്തിച്ചെന്ന സംശയം ബലപ്പെടുന്നുണ്ട്. എന്നാൽ ലോറി യന്ത്രത്തകരാറാണെന്നാണ് ലോറി ജീവനക്കാർ പറയുന്നത്. 20-നാണ് 50 കിലോ വീതമുള്ള 205 ചാക്ക 1ാം ക്വാളിറ്റി കുറുവ തിക്കോടിയിൽ നിന്നും മീനങ്ങാടി ഗോഡൌണിലേക്ക് പുറപ്പെട്ടത്. ലോറി മീനങ്ങാടിക്ക് പോകാതെ കോഴിക്കോട് വലിയങ്ങാടിയിൽ എത്തിച്ച അരി മറിച്ചുവിറ്റെന്നാണ് സംശയം. 20-ാം തീയതി പുലർച്ചെ 3 മണിക്ക് തിക്കോടിയിൽ നിന്നും 18 ലോഡ് അരി മീനങ്ങാടി FCI ഗോഡൌണിലേക്ക് തിക്കോടിയിൽ നിന്ന് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിലും ആകെ 17 ലോഡ് അരി മാത്രമാണ് ഇവിടെ വന്ന് ചേർന്നിട്ടുള്ളത്. ഒരു ലോഡ് അതിനിടയ്ക്ക് വാഹനം കേടായി എന്ന് പറഞ്ഞ് വഴിയിൽ നിർത്തുകയും ഒരു ലോഡ് ഇവിടെ എത്തിച്ചേരാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു ലോഡ് വാഹനം കേടാവുകയാണെങ്കിൽ
ഒരു ദിവസം ഏറിപ്പോയാൽ 2 ദിവസം കൊണ്ട് ഇവിടെ എത്തേണ്ടതാണെങ്കിലും ഈ വാഹനം ഇവിടെ ഇന്ന് 26-ാം തീയതി മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. കാരണം ഇതിനിടയ്ക്ക് ഒരു ലോഡ് അരി കൃത്യമായിട്ട് മറച്ചു വിൽക്കുകയും ഇത് കോഴിക്കോട് ചില മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തതോടുകൂടി ആ ഒരു വാർത്തയിൽ ഭയന്നിട്ട് ഇന്ന് 26-ാം തീയതി ഈ ലോഡ് ഇവിടെ ആരും അറിയാതെ ഈ ഗോഡൌണിനകത്ത് എത്തിക്കുന്ന ഇത്രയും അരിക്ക് പൊതുമാർക്കറ്റിൽ 2.5 ലക്ഷം രൂപ വില വരും. ഇങ്ങനെ ലഭിക്കുന്ന പണത്തിൽ ലോറി ഉടമയുടെ വിഹിതം കഴിച്ച 2 ലക്ഷം രൂപയോളം FCI ഉദ്യോഗസ്ഥർ വീതം വെക്കുന്നതായും ആരോപണം ഉയർന്നിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ തിക്കോടി ഗോഡൌണിൽ ഇത്തരം അരിക്കടത്തൽ പലപ്പോഴും നടക്കുന്നുണ്ടെന്നും തിക്കോടിയിലെ നാട്ടുകാർ പലതവണ പരാതിയും ഉന്നയിച്ചിരുന്നു. അനൂപ് വർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. നിലമ്പൂർ വയനാട് നഞ്ചൻകോട് റെയിൽവേ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ കർണാടക മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. നിർദ്ദിഷ്ട പാതയ്ക്ക് അനുകൂല മറുപടിയെന്ന് നേതാക്കൾ. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരു സർക്കാരുകളും തമ്മിൽ ചർച്ച വേണമെന്നും ആവശ്യം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കളാണ് ഇന്ന് ബാംഗ്ലൂരുവിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി വയനാട് റെയിൽവേയുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തിയത്. നിർദ്ദിഷ്ട പാതയ്ക്ക് കർണാടക എതിരില്ലെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ സംഘത്തോട് ഉറപ്പു നൽകിയതായി MLA IC ബാലകൃഷ്ണൻ അറിയിച്ചു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് പദ്ധതി DPR തയ്യാറാക്കുന്നതിനെ നിയോഗിച്ച ശ്രീധരൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി കർണാടകയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഉറപ്പു ലഭിച്ചതായും ഇതിനു പുറമെ ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിതല ചർച്ച നടത്തി പാത യാഥാർത്ഥ്യമാക്കാമെന്നും ചർച്ചയിൽ തീരുമാനമായതായും MLA അറിയിച്ചു. പാത യാഥാർത്ഥ്യമായാൽ ഇരു സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ കർണാടകയിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ബോധ്യപ്പെടുത്തി. കർണാടക മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും പുറമെ കർണാടക ആഭ്യന്തര വകുപ്പ് മന്ത്രിയും KPCC പ്രസിഡന്റുമായ G പരമേശ്വര, കർണാടകയുടെ ചുമതലയുള്ള KC വേണുഗോപാൽ MP, KPCC പ്രസിഡന്റ് MM ഹസൻ, MI ഷാനവാസ് MP, IC ബാലകൃഷ്ണൻ MLA, VV പ്രകാശ്, ആര്യാടൻ ഷൌക്കത്ത് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. വയനാട് ന്യൂസ്, ബത്തേരി. പ്രിയദർശിനി ട്രാൻസ്പോർട്ട് സഹകരണ സംഘത്തിൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് PN വിജയകുമാർ തെളിവെടുപ്പ് നടത്തി. സംഘത്തിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും ചൂണ്ടിക്കാട്ടി ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തെളിവെടുപ്പ്. സംഘം സ്ഥാപിച്ച 1986 മുതലുള്ള രേഖകൾ പരിശോധിച്ച അദ്ദേഹം രേഖകൾ പിടിച്ചെടുത്ത് കമ്മീഷന് മുന്നിൽ ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. 8 ബസ്സുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 4 ബസ്സുകൾ മാത്രമാണുള്ളതെന്നും അതിൽ 2 ബസ് കട്ടപ്പുറത്താണെന്നും സംഘം സെക്രട്ടറി ഹേമന്ത് കമ്മീഷന് മൊഴി നൽകി. നോട്ടീസ് കിട്ടിയിട്ടും ഹാജരാകാതിരുന്ന മാനന്തവാടി ATO P രഞ്ജിത്തിനെ കമ്മീഷൻ സിറ്റിംഗിനിടെ വിളിച്ചു വരുത്തി വിസ്തരിച്ചു. കട്ടപ്പുറത്ത് കിടക്കുന്ന ബസ്സുകളും അദ്ദേഹം പരിശോധിച്ചു. കമ്മീഷന്റെ ചോദ്യങ്ങൾക്ക് ജൂൺ 15-നകം മറുപടി നൽകാൻ പ്രിയദർശിനി സഹകരണ റവന്യൂ വകുപ്പ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറുടെ ചാർജ് വഹിക്കുന്ന ADM KM രാജു, തഹസിൽദാർ NI ഷാജു, ജില്ലാ ITDP പ്രൊജക്ട് ഓഫീസർ വാണിദാസ് തുടങ്ങി വിവിധ വകുപ്പുകളിലെ പ്രതിനിധികളും തെളിവെടുപ്പിന് ഹാജരായി. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. ചിട്ടി തട്ടിപ്പു കേസിലെ പ്രതി 4 വർഷത്തിന് ശേഷം പോലീസ് പിടിയിൽ. ബത്തേരി ആംഗ്ലോ ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ആംഗ്ലോ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് MD പനമരം ചെറുകാട്ടൂർ പാറത്തോട്ടയിൽ ബിജു ജോസഫിനെയാണ് ബത്തേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇടുക്കി എരുമേലിയിൽ നിന്നാണ് ഇയാളെ പിടിച്ചത്. ചിട്ടിപ്പണം തിരിച്ചുകൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട്. ചിട്ടി നടത്തി തട്ടിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോയ പ്രതി ബിജുവിനെയാണ് ബത്തേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. മൊബൈൽ ഫോൺ ലൊക്കേറ്റ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ 4 വർഷത്തിന് ശേഷം പിടികൂടാനായത്. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ ഇടുക്കി എരുമേലിയിൽ നിന്നും കോട്ടയം ഷാഡോ പോലീസിന്റെയും എരുമേലി പോലീസിന്റെയും സഹായത്തോടെ പിടികൂടിയത്. കൂട്ടുപ്രതിയായ ബിജുവിന്റെ ഭാര്യ ഷിംന തങ്കപ്പനെ കേസുമായി ബന്ധപ്പെട്ട് പിടിക്കാനുണ്ട്. ഇവർ ഒളിവിലാണ്. 2016 ഏപ്രിൽ മാസത്തിൽ ബത്തേരി പോലീസിന് വടക്കനാട് സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബിജു ജോസഫിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചിട്ടിക്കായി അടച്ച വകയിൽ 24 ലക്ഷം രൂപ ഇയാൾക്ക് നൽകാനുണ്ട് എന്നതാണ് കേസ്. 2009-ലാണ് ബിജു ജോസഫ് ബത്തേരി, ബാലുശ്ശേരി, കുറ്റ്യാടി, താമരശ്ശേരി എന്നിവിടങ്ങളിൽ സ്ഥാപനം തുടങ്ങിയത്. തുടർന്ന് 2013-ൽ സ്ഥാപനങ്ങളെല്ലാം തന്നെ പൂട്ടി. ഇതോടെ ഇയാൾ മുങ്ങുകയായിരുന്നു. ഇവിടങ്ങളിലെല്ലാം തന്നെ ഇയാൾക്കെതിരെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേസ് നിലവിലുണ്ട്. ഇത് സംബന്ധിച്ച് ബിജുവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇടുക്കി എരുമേലിയിൽ ഹോട്ടലിൽ ജോലി ചെയ്തു വന്നിരുന്ന ബിജു ജോസഫിനെ ബത്തേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പേരിൽ മറ്റ് സ്റ്റേഷനുകളിൽ ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയുമായി ബന്ധപ്പെട്ട് പരാതികളുണ്ട്. ബത്തേരി പോലീസ് അറസ്റ്റ് ചെയ്ത ബിജുവിനെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി. ബത്തേരി CI MD സുനിൽ, ASI ശശികുമാർ, സീനിയർ CPO ഹരീഷ്, CPOമാരായ മോൻസി, അനസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ബിജുവിനെ അറസ്റ്റ് ചെയ്തത്. വയനാട് ന്യൂസ്, ബത്തേരി. ജില്ലയിലെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനം നാളെ കൽപ്പറ്റയിൽ വൈദ്യുത വകുപ്പ് മന്ത്രി MM മണി നിർവഹിക്കും. സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കണക്ഷൻ നൽകിയത് വയനാട്ടിലാണ്. വയനാട്ടിൽ കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങളിലായി KSEB ലിമിറ്റഡിന് 15,059 കുടുംബങ്ങൾക്ക് ഇതിനോടകം വൈദ്യുതി കണക്ഷൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്.
ഇതിൽ 12,841 കുടുംബങ്ങൾ BPL വിഭാഗത്തിൽപ്പെടുന്നതും 1,830 കുടുംബങ്ങൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നതും 7,693 കുടുംബങ്ങൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നതുമാണ്. 566 പട്ടികവർഗ കോളനികളും ഇതിൽ ഉൾപ്പെടുന്നു. ലൈൻ വലിച്ച വൈദ്യുതി എത്തിക്കാൻ കഴിയാത്ത വിദൂര വനമേഖലയിലുള്ള പങ്കളം കോളനിയിലെ 8 ആദിവാസി കുടിലുകളിൽ അനർട്ടിന്റെ സഹായത്തോടെ സോളാർ സംവിധാനം ഉപയോഗപ്പെടുത്തി വൈദ്യുതി കണക്ഷൻ നൽകിയിട്ടുണ്ട്. സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിലാകെ 4.2 കിലോമീറ്റർ ഭൂഗർഭ കേബിളുകളും 2.1 കിലോമീറ്റർ ABC ലൈനുകളും 5.14 കിലോമീറ്റർ 11 kV ലൈനുകളും 211.3 കിലോമീറ്റർ LT ലൈനുകളും പുതുതായി നിർമ്മിക്കുകയും 7 ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾക്കായി നാളിതുവരെ 13.80 കോടി രൂപ ചെലവായിട്ടുണ്ട്. വയനാട്ടിൽ 15,059 വീടുകൾക്കാണ് ഈ കാലഘട്ടത്തിൽ സൗജന്യമായി വൈദ്യുതി എത്തിച്ചു കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ജില്ലയായിരുന്നു വയനാട്. ഏറ്റവും കൂടുതൽ കണക്ഷൻ കൊടുക്കേണ്ടി വന്നത് വയനാട്ടിലാണ്. ആദിവാസികളുടെയൊക്കെ കുടുംബാംഗങ്ങളുടെ എണ്ണം കൂടിയൊരു ജില്ല എന്നാലും അത് പട്ടികവർഗ വകുപ്പും നല്ലതുപോലെ തന്നെ അതിനാവശ്യമായ പിന്തുണ നൽകിയിട്ടുണ്ട്. കാശ് ഒപ്പത്തിരുന്നതിന് വേണ്ടി വയനാട്ടിലെ 3 MLA-മാരും ഓരോ കോടി രൂപ അവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കൈമാറിയിട്ടുണ്ട്. പദ്ധതി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുകയിൽ ജില്ലയിലെ MLA-മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഓരോ കോടി രൂപ അനുവദിച്ചു നൽകിയിട്ടുള്ളതാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾക്ക് വിഘാതമായി നിന്നത് വീടുകളുടെ വയറിംഗ് നടത്തുന്നതിന് ഗുണഭോക്താക്കൾക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. രജിസ്ട്രേഷന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച കണക്കുകൾ അനുസരിച്ച് വയറിംഗ് ജോലികൾ പൂർത്തീകരിക്കാത്ത 7,561 വീടുകളുണ്ടായിരുന്നു. അതിൽ 7,358 വീടുകളുടെ വയറിംഗ് പൂർത്തീകരിച്ചു. ആദിവാസി കോളനിയിലെയും കുടിലുകളിലെയും വീടുകൾ പൂർണ്ണമായും തന്നെ വയറിംഗ് ജോലികൾ നടത്തിക്കൊടുക്കേണ്ട ബാധ്യത KSEB ലിമിറ്റഡിന് ഏറ്റെടുക്കേണ്ടി വന്നു. KSEB ലിമിറ്റഡിലെ ജീവനക്കാർ, ട്രേഡ് യൂണിയനുകൾ, ഓഫീസർ സംഘടനകൾ, വ്യക്തികൾ, സന്നദ്ധ സംഘടനകൾ, സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവരുടെയെല്ലാം അകമഴിഞ്ഞ സഹായം KSEB ലിമിറ്റഡിന് ലഭിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. നാളെ കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ച സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി വയനാട് ജില്ലാ സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനം നടത്തും. വയനാട് ന്യൂസ്, കൽപ്പറ്റ. പുണ്യങ്ങളുടെ പൂക്കാലമായ വ്രതമാസത്തിന് തുടക്കം. പ്രാർത്ഥനകളുടെയും ആത്മത്യാഗത്തിന്റെയും മാസം കൂടിയായ റംസാനെ വരവേൽക്കാൻ പള്ളികളും മുസ്ലിം ഭവനങ്ങളും ഒരുങ്ങി. മുസ്ലിം സമൂഹത്തിന് ഇനി 30 ദിനരാത്രങ്ങൾ ആത്മശുദ്ധിയുടെ നാളുകളാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ പുണ്യ റംസാനെ വരവേൽക്കാൻ ലോക മുസ്ലിം ജനത ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി വരുന്ന 30 ദിനരാത്രങ്ങൾ മുസ്ലിം വിശ്വാസ സമൂഹത്തിന് പ്രാർത്ഥനകളുടെയും ആത്മശുദ്ധീകരണത്തിന്റെയും സമയമാണ്. തന്റെ നാഥനു മുന്നിൽ പ്രാർത്ഥനാനിരതനായി മനസ്സും ശരീരവും അർപ്പിച്ച് രാവും പകലും നിലകൊള്ളും. റംസാനിലെ തറാവീഹ് നമസ്കരിച്ചും ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചും വിശ്വാസികൾ സദാസമയം പ്രാർത്ഥനയിൽ മുഴുകും. ഇതിനായി പള്ളികളും മുസ്ലിം ഭവനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. കരിച്ചു കളയുന്നത് എന്നതാണ് റമദാൻ എന്ന പദത്തിനർത്ഥം. പകലന്തിയോളം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചും ആസക്തികളോടും ദേഹേച്ഛകളോടുമുള്ള സർവോപരി പിശാചിനോടുള്ള അവിരാമ സംഘർഷവും അതിജയവുമാണ് റമദാനിലൂടെ വിശ്വാസികൾ നടത്തുന്നത്. റമദാനിലെ 30 ദിവസങ്ങളെ 3 പത്തുകളാക്കിയാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 10 അള്ളാഹുവിന്റെ കാരുണ്യത്തിനായും, രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെയും, മൂന്നാമത്തെ 10 നരകമോചനത്തിന്റേതുമാണ്. പുണ്യഗ്രന്ഥമായ ഖുർആൻ അവതരിപ്പിച്ച മാസമായതിനാൽ ഖുർആൻ പാരായണത്താലും പള്ളികളും മുസ്ലിം ഭവനങ്ങളും മുഖരിതമാവും. ഇനി വരുന്ന 30 രാപ്പകലുകൾ മുസ്ലിം വിശ്വാസികൾക്ക് ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റേതും കൂടിയാണ്. കൽപ്പറ്റ ബ്യൂറോടൊപ്പം വയനാട് ന്യൂസ്, ബത്തേരി. മുൻവർഷത്തെ അപേക്ഷിച്ച് H1N1 പനി വർദ്ധിച്ചതായി ജില്ലാ ആരോഗ്യവകുപ്പ്. പനി വർദ്ധിച്ച സാഹചര്യത്തിൽ കനത്ത ജാഗ്രത പാലിക്കണമെന്നും ജലദോഷപ്പനികൾ, ചുമ, തൊണ്ടവേദന, ശ്വാസം മുട്ട് മുതലായ ലക്ഷണങ്ങളുള്ള രോഗികൾ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജില്ലയിൽ ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ 8,73,796 പേരാണ് ചികിത്സ തേടിയത്. ഇതിൽ 58,370 പേർ പനി ബാധിച്ച് ചികിത്സ തേടിയവരാണ്. 71 പേർക്കാണ് ജില്ലയിൽ H1N1 സ്ഥിരീകരിച്ചത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പനിബാധിതരുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും ജനങ്ങളുടെ ഇടയിൽ പരിഭ്രാന്തിയുടെ സാഹചര്യം നിലവിലില്ലെന്ന് ജില്ലാ ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. അതേസമയം ജലദോഷപ്പനികൾ, ചുമ, തൊണ്ടവേദന, ശ്വാസം മുട്ട് മുതലായ ലക്ഷണങ്ങളുള്ള രോഗികൾ
ഡോക്ടർ സേവനം ഉറപ്പുവരുത്തണം. ഗർഭിണികൾ ഈ രോഗലക്ഷണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രമേഹം, ഹൃദ്രോഗം, BP, കരൾ, വൃക്കരോഗം മുതലായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിക്കുന്നു. ഇത്തരം രോഗലക്ഷണങ്ങളുള്ളവർ അസുഖം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ചെറിയ ടവൽ കൊണ്ട് മൂക്കും വായും മൂടുക. കൈകൾ ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ആവശ്യത്തിന് വിശ്രമം, ചൂടുപാനീയങ്ങൾ, പോഷകാഹാരങ്ങൾ എന്നിവയും സ്വീകരിക്കേണ്ടതാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഒന്നിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒന്ന് ചുമക്കാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കർച്ചീഫ് എന്തെങ്കിലും വെച്ചിട്ട് വായ കുത്തി പിടിക്കുക എന്നുള്ളതാണ്. പല ആൾക്കാരും ചെയ്യുന്നത് കർച്ചീഫ് എടുക്കാനുള്ള താമസം കൊണ്ട് അല്ലെങ്കിൽ കർച്ചീഫ് കയ്യിലില്ലാത്തതുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ കുത്തി പിടിക്കും. അത് നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ വെക്കണം എന്നുള്ളതാണ്. കാരണം കൈ കൊണ്ട് വായ കുത്തി പിടിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമുക്ക് വന്ന് കൈ തരും, നേരെ ഇങ്ങോട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് സ്പ്രെഡ് ചെയ്യും. ഷേക്കാൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അത് മതി. അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ വെറുതെ കൈ ഒന്ന് പിടിച്ചാൽ മതി, വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. വയനാട് ന്യൂസ്, കൽപ്പറ്റ. രക്തത്തെയും മജ്ജയെയും ബാധിച്ച അർബുദത്തെ നേരിടാൻ ഹൃദയാലുക്കളുടെ സഹായം തേടുകയാണ് അമ്പലവയലിലെ 4 വയസ്സുകാരൻ ശ്രാവൺ. കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയിലാണ് ഈ പൊന്നോമന. അമ്പലവയൽ കളത്തുവയൽ കടപ്പാട്ടുകുന്നേൽ ഗിരീഷിന്റെയും ആശയുടെയും മകനാണ് ശ്രാവൺ. തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലായിരുന്ന ശ്രാവണിനെ മജ്ജയിലേക്ക് കൂടി അർബുദം ബാധിച്ചതിനെ തുടർന്നാണ് കൊച്ചി അമൃതയിലേക്ക് മാറ്റിയത്. ശ്രാവണിന്റെ കാര്യത്തിൽ മജ്ജ മാറ്റിവെക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതിന് 45 ലക്ഷം രൂപ ചെലവ് വരും. 10 സെന്റിലെ കൊച്ചുവീട്ടിൽ കൂലിപ്പണി ചെയ്തു ജീവിക്കുന്ന ഗിരീഷിനും ആശയ്ക്കും ഇത്ര വലിയ തുക സ്വന്തം നിലയിൽ സ്വരൂപിക്കാൻ സാധ്യമല്ല. മനുഷ്യസ്നേഹികൾ കാരുണ്യപൂർവ്വം കൈയയച്ചു സഹായിച്ചാൽ ഈ കുരുന്നിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകും. 2 വർഷമായി RCCയിൽ തുടർന്ന ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചെലവായിട്ടുണ്ട്. നാട്ടുകാരും സർക്കാരുമെല്ലാം സഹായിച്ചതുകൊണ്ട് ഇതുവരെ പിടിച്ചു നിന്നു. ശ്രാവണിന്റെ ചികിത്സയ്ക്ക് ഒപ്പം നിൽക്കുന്നതിനാൽ ഗിരീഷിന് കൂലിപ്പണിക്ക് പോകാനും നിവൃത്തിയില്ല. ഈ സാഹചര്യത്തിൽ PV ജോൺ ചെയർമാനും AV ജോൺ കൺവീനറുമായി ശ്രാവണിനു വേണ്ടി സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. PN ഭാസ്കരനാണ് ട്രഷറർ. ശ്രാവണിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ അമ്പലവയൽ കേരള ഗ്രാമീൺ ബാങ്കിലെ 4010210102 എന്ന ജോയിന്റ് അക്കൗണ്ടിലേക്ക് സഹായധനം അയക്കണമെന്ന് സഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു. KLGB 00401002 ആണ് IFS കോഡ് നമ്പർ. 45 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ചികിത്സയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ഇത് വാർഡ് മെമ്പർ രക്ഷാധികാരിയാണ്. അതായത് PU ജോൺ ചെയർമാനായും AV ജോൺ കൺവീനറായും PN ഭാസ്കരൻ ട്രഷററുമായി 101 അംഗ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. വളരെ 10 സെന്റ് സ്ഥലം മാത്രമുള്ള കൂലിപ്പണിക്കാരനായ ഒരു കുടുംബമാണ് അവർ. നമുക്ക് ഇത്രയും ഭാരിച്ച തുക കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടായതിനാൽ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കും. വയനാട് ന്യൂസ്, കൽപ്പറ്റ. നമ്പ്യാർകുന്ന് നറവാട് കോളനിയിൽ ഡിഫ്തീരിയ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മെഡിക്കൽ ഓഫീസർ സനൽകുമാറിന്റെ നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കോളനിയിലെയും സമീപത്തെയും 100 വീടുകൾ HI ബന്നി, AHI നവാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാരും സന്ദർശിച്ചു. രോഗം സംശയിക്കുന്നവർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നമ്പ്യാർകുന്ന് നറമാട് പണിയ കോളനിയിലെ 9 വയസ്സുകാരി സീതയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഡിഫ്തീരിയ സ്ഥിരീകരിച്ചത്. ഈ സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് ഭവന സന്ദർശനം നടത്തി രോഗലക്ഷണം സംശയിക്കുന്നവർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മേലെണ്ണാക്ക്, മൂക്കിനുള്ളിലെ ചർമ്മം എന്നിവിടങ്ങളിലാണ് രോഗലക്ഷണം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. തൊണ്ടവേദന, പനി, തലവേദന ഇവയോടെയാണ് രോഗം ആരംഭിക്കുന്നത്. പിന്നീട് തൊണ്ടയ്ക്ക് വീക്കം, ശ്വാസതടസ്സം, ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട് ഇവയാണ് രോഗലക്ഷണങ്ങളായി പറയുന്നത്. ചുമയ്ക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഉമിനീർ കണങ്ങളിലൂടെയാണ് രോഗം പടരുന്നത്. രോഗം സംശയിക്കുന്നവരെ ആശാപ്രവർത്തകർ മെഡിക്കൽ ക്യാമ്പിലെത്തിക്കും. രോഗലക്ഷണമായിട്ട് ഞായറാഴ്ച PC ചിരാൽ കാണിക്കാൻ വരികയും ഡിഫ്തീരിയയാണെന്ന് സംശയം തോന്നിയിട്ടുള്ള പരിശോധിച്ച ഡോക്ടർ കൃഷ്ണപ്രിയ കൂടുതലായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ അയക്കുകയും അവിടെ നിന്ന് രോഗം സ്ഥിരീകരിച്ചുകൊണ്ട് ഇതിനുള്ള അറിയിപ്പ് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു നേട്ടമായിട്ട് കാണും. മെഡിക്കൽ ക്യാമ്പിന് ചീരാൽ PHCയിലെ ഡോക്ടർ കൃഷ്ണപ്രിയയാണ് നേതൃത്വം നൽകിയത്. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ.
ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി വനം വകുപ്പ് വിതരണം ചെയ്യുന്ന തൈകൾക്ക് ഉയർന്ന വില ഈടാക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിച്ചു. കഴിഞ്ഞ വർഷം വരെ സൗജന്യ നിരക്കിൽ സന്നദ്ധ സംഘടനകൾക്കുൾപ്പെടെ നൽകിയിരുന്ന തൈകൾക്കാണ് 4 രൂപ മുതൽ 11 രൂപ വരെയായി വില വർദ്ധിപ്പിച്ചത്. എന്നാൽ സൗജന്യമായി തൈകൾ നൽകിയാലേ പദ്ധതി വിജയിക്കുകയുള്ളൂ എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തീരുമാനം പുനഃപരിശോധിക്കാൻ ആലോചിക്കുന്നത്. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി വനംവകുപ്പിന്റെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഉൽപ്പാദിപ്പിച്ച് മുൻവർഷങ്ങളിൽ സൗജന്യ നിരക്കിൽ വിതരണം ചെയ്തിരുന്ന വൃക്ഷത്തൈകളുടെ വിലയിൽ ഈ വർഷം വൻ വർധനവ് വരുത്തി ഏപ്രിൽ 22-നാണ് സർക്കാർ ഉത്തരവിറങ്ങിയത്. മുൻവർഷങ്ങളിൽ ഒരു തേക്കിൻ കമ്പിന് 3 രൂപയായിരുന്നു വില. ഇത് 7 രൂപയായാണ് ഈ വർഷം വർദ്ധിപ്പിച്ചത്. ചെറിയ കവറുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ വ്യക്തികൾക്ക് 6 രൂപയ്ക്കും സ്ഥാപനങ്ങൾക്ക് 50 പൈസയ്ക്കും നൽകി വന്നിരുന്ന സ്ഥാനത്ത് ഈ വർഷം 17 രൂപയായി വർദ്ധിപ്പിക്കുകയായിരുന്നു. വിദ്യാലയങ്ങൾക്ക് മാത്രം സൗജന്യമായി തൈകൾ നൽകിയാൽ മതിയെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം. തൈകളുടെ ഉൽപാദന ചെലവനുസരിച്ച് തൈവില ഉയർത്തണമെന്ന സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കാർ വില ഉയർത്തിയത്. എന്നാൽ സ്വകാര്യ നഴ്സറികളിലുള്ളതിനേക്കാൾ തൈകൾക്ക് വില വർദ്ധിപ്പിച്ചത് പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് നടത്തുന്ന വനവൽക്കരണ പദ്ധതി പരാജയമാവുമെന്ന് അഭിപ്രായമുയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വാർത്തയുമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് മുൻവർഷങ്ങളിലേതുപോലെ സൗജന്യ നിരക്കിൽ തൈകൾ വിതരണം ചെയ്യാൻ സർക്കാർ കഴിഞ്ഞ ദിവസം പുതിയ ഉത്തരവിറക്കിയത്. സർക്കാർ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, യുവജന സംഘടനകൾ, സർക്കാർ ഇതര സന്നദ്ധ സംഘടനകൾ, മതസ്ഥാപനങ്ങൾ, മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാണ് സൗജന്യമായി തൈകൾ നൽകുക. തേക്കിനു പുറമെ മാവ്, പ്ലാവ്, മഹാഗണി, ഓറഞ്ച്, ഇരുമ്പൻപുളി, ആര്യവേപ്പ്, മാങ്കോസ്റ്റിൻ, പേരയ്ക്ക, നെല്ലി, മന്ദാരം, പൂവരശ്, കണിക്കൊന്ന, ആത്തച്ചക്ക തുടങ്ങിയവയുടെ തൈകളാണ് നൽകുക. 2.5 ലക്ഷം തൈകളാണ് ഇത്തവണ വിതരണം ചെയ്യുന്നതിനായി 2.5 ലക്ഷം തൈകളാണ് ഇത്തവണ വനംവകുപ്പ് വിതരണം ചെയ്യുന്നതിനായി നഴ്സറികളിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. വയനാട് ന്യൂസ്, ബത്തേരി. വയനാട്ടിലൂടെ കോഴിക്കോട്ടേക്ക് നീളുന്ന NH 766 എന്ന ദേശീയപാതയിലൂടെ സുഖദയാത്ര നടത്തി ശീലിച്ചവർക്ക് വയനാടൻ റോഡുകളുടെ ദുസ്ഥിതിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. 6 മാസത്തിലേറെ നീണ്ട വേനൽക്കാലം പിന്നിട്ട് ഇനിയൊരു 6 മാസത്തെ മഴക്കാലത്തിലേക്ക് കടക്കുമ്പോഴും നമ്മുടെ റോഡുകൾ നന്നാക്കാൻ നടപടികളില്ല. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ജനപ്രതിനിധികൾക്കോ ഭരണാധികാരികൾക്കോ പൊട്ടിപ്പൊളിഞ്ഞ വയനാടൻ റോഡുകളിൽ അധികമൊന്നും പ്രതിഷേധിക്കാതെ നരകയാത്ര ചെയ്യുന്ന ജനങ്ങളെക്കുറിച്ച് ഒരു മതിപ്പും ഇല്ലെന്നു തോന്നും. റോഡുകളുടെ കാര്യത്തിലെ ഉദാസീനത കണ്ടാൽ ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ നമ്മുടെ തകർന്ന റോഡുകളെക്കുറിച്ച് വയനാട് ന്യൂസ് ക്യാമ്പയിന് തുടക്കമിടുകയാണ്. ഇന്ന് കാണുക നടുവൊടിക്കുന്ന റോഡുകൾ. ഡസൻ കണക്കിന് ചെറു റോഡുകൾ, 1 ഡസനിലേറെ മേജർ റോഡുകൾ, നിരവധി ഇടത്തരം റോഡുകൾ തുടങ്ങിയവ വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ്. റോഡുകളുടെ ദുരവസ്ഥയെക്കുറിച്ച് മിക്കവാറും മാധ്യമങ്ങളിൽ വാർത്ത വരാറുണ്ട്. ചില ഘട്ടങ്ങളിൽ പ്രക്ഷോഭവും ഉപരോധ സമരങ്ങളുമായി ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. മഴക്കാലം തുടങ്ങുന്നതോടെ പൊട്ടിപ്പൊളിഞ്ഞും കുണ്ടും കുഴിയും നിറഞ്ഞു കിടക്കുന്ന റോഡുകളിലെ വാഹനയാത്രകൾ അപകടം നിറഞ്ഞതാകും. കാൽനടയാത്രയുടെ കാര്യം പറയാതിരിക്കുകയാവും ഭേദം. സംസ്ഥാനത്ത് മറ്റു പല ജില്ലകളിലും റോഡുകൾ ബിറ്റുമെൻ റബ്ബറൈസ്ഡ് ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഇവിടെ റോഡുകൾ കാളവണ്ടി ഘട്ടത്തിലാണ്. 20 കൊല്ലം മുമ്പ് സോളിംഗ് നടത്തി അതേപടി കിടക്കുന്ന റോഡുകൾ ഉണ്ടിവിടെ. വിഴിഞ്ഞം തുറമുഖമടക്കം വികസന പദ്ധതികളുടെ അണിയറ രഹസ്യങ്ങൾ CAG റിപ്പോർട്ടിൽ വെളിപ്പെട്ടപ്പോൾ ബഹുജനത്തിന് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം വികസന പദ്ധതി എന്നാൽ അത് നടപ്പാക്കുന്നവരുടെ തീവട്ടിക്കൊള്ള എന്നാണ്. പൊതുജനങ്ങളെ കൊള്ളയടിക്കാൻ ഒരു പ്രൊജക്ട്, അതാണ് വികസന പദ്ധതി. വയനാടൻ റോഡുകളുടെ നവീകരണ പദ്ധതിക്ക് പര്യാപ്തരായ കൊള്ളക്കാരെ കിട്ടാത്തതുകൊണ്ട് ടെൻഡർ നീണ്ടുപോയി. സംസ്ഥാനമൊട്ടാകെ കരാറെടുത്തിരിക്കുന്ന റൂബി സോഫ്റ്റിന്റെ യജമാനന്മാർ കനിയാത്തതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ സമയത്തു നടന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ DPR സമർപ്പിച്ച് അംഗീകാരം വാങ്ങണം. അതു കഴിഞ്ഞ് ടെൻഡർ ചെയ്യണം. കരാറുകാരില്ലെന്നു പറഞ്ഞ് ഓരോ ബജറ്റ് കാലാവധി കഴിക്കണം. പിന്നെ എല്ലാം ആദ്യം തൊട്ടു തുടങ്ങും. പണ്ടേ അഴിമതിയുടെ കൂത്തരങ്ങാണെന്ന ആക്ഷേപമുള്ള PWD ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരുടെ അമാന്തവും അനാസ്ഥയും അഴിമതിയും കൂടിയാകുമ്പോൾ ഒരു റോഡ് നന്നാക്കാൻ പുരുഷായുസ്സുകൾ വേണ്ടിവരും. കരാറുകാരും എഞ്ചിനീയർമാരും തമ്മിലുള്ള അഴിമതിയുടെ രസതന്ത്രം ശരിയായാലേ റോഡ് നന്നാക്കാൻ കരാറുകാരനെത്തൂ. കരാറുകാരൻ റോഡ് പണി ഏറ്റെടുക്കുന്നത് പൊതുജന സേവനത്തിനല്ല, ലാഭമുണ്ടാക്കാനാണ്. എഞ്ചിനീയർമാരുടെ താൽപ്പര്യവും കരാറുകാരുടെ താൽപ്പര്യവും ഒന്നായാൽ പണികൾ വേഗത്തിൽ നടക്കും. ഇല്ലെങ്കിൽ ബീനാച്ചി പനമനം റോഡ് പോലെ അതങ്ങനെ കിടക്കും. ബീനാച്ചി കേണിച്ചിറ പനമനം റോഡ് പണി പൂർത്തിയാക്കിയതു തന്നെ ജനങ്ങൾ കരാറുകാരന്റെ വീട്ടുപടിക്കൽ സമരം ചെയ്യുന്നതുൾപ്പെടെയുള്ള പ്രക്ഷോഭത്തിന് ശേഷമാണ്. ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ചളിക്കുളമായി കിടക്കുകയാണ്.
പനമരം മുതൽ പുഞ്ചവയൽ വരെ ഭാഗങ്ങളിൽ നന്നായി നിർമ്മിച്ചില്ലെങ്കിൽ മഴക്കാലത്ത് പനമരം പുഴയിലെ വെള്ളം കയറി ഒലിച്ചു പോകാവുന്ന സ്ഥിതിയാണ്. റോഡ് നിർമ്മാണത്തിലെ അപാകത കാരണം ടൗണിനടുത്ത ഭാഗങ്ങൾ തകർന്ന് അപായാവസ്ഥയിലാണ്. ഇതുവഴി ഒരിക്കലെങ്കിലും വാഹനത്തിൽ പോയവർക്ക് നടു ഉളുക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മഹാദുരന്തങ്ങളുണ്ടാകാത്തത് ഡ്രൈവർമാരുടെ ജാഗ്രത കൊണ്ടു മാത്രം. കഴിഞ്ഞ മാസം വരെ PWD അധികൃതർ പറഞ്ഞത് റോഡ് നന്നാക്കാൻ 20 കോടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ പറയുന്നത് ആ പ്രൊജക്റ്റിൽ പണി തീരില്ല എന്നാണ്. പകരം 50 കോടിയുടെ കിഫ്ബി ഫണ്ടിലേക്ക് റോഡ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. കിഫ്ബി തന്നെ വെള്ളമില്ലാത്ത കിണറാണ്. ഉടനൊന്നും ഈ റോഡ് റബ്ബറൈസ്ഡ് ചെയ്യുമെന്ന് ആരും മോഹിക്കേണ്ട എന്നർത്ഥം. പകരം പാച്ച് വർക്കിന് തീരുമാനമായി. പുഞ്ചവയൽ വരെ കുഴികളടയ്ക്കാൻ മാത്രം 10 ലക്ഷം. PWD കരാറുകാരനെ കണ്ടെത്തിയിട്ടുണ്ട്. അയാൾക്ക് ടാറ് കിട്ടാത്തതുകൊണ്ട് പാച്ച് വർക്ക് തുടങ്ങിയിട്ടില്ല. കിഫ്ബി സാങ്ഷൻ വൈകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് 10 ലക്ഷത്തിന്റെ പാച്ച് വർക്ക്. ബീനാച്ചി പനമരം 19 കിലോമീറ്റർ റോഡ് എന്നും വിവാദങ്ങളുടെ സഞ്ചാര വഴിയായിരുന്നു. നാളെ തുടങ്ങും കുഴിയടയ്ക്കലെന്നാണ് ബന്ധപ്പെട്ട PWD ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വയനാട് ന്യൂസിനോട് പറഞ്ഞത്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. മാനന്തവാടി മുതിരേരി യവനാർകുളം റോഡ് നവീകരണം വൈകുന്നത് മൂലം നാട്ടുകാർ ദുരിതത്തിലായി. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി തീർന്നിട്ട് മാസങ്ങളായി. റോഡിലെ ടാറിംഗ് പൊളിഞ്ഞ് വലിയ കുഴികളായി രൂപപ്പെട്ടു കഴിഞ്ഞു. മാനന്തവാടി മുതിരേരി യവനാർകുളം കുളത്താട പുതുശ്ശേരി കല്ലോടി വഴി സർക്കുലർ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ ഓട്ടം നിർത്തുന്ന സ്ഥിതിയിലാണ്. ബസ്സുകൾ പലപ്പോഴും സർവീസ് മുടക്കുന്നതും നാട്ടുകാർക്ക് ദുരിതമാണ്. ഈ ഭാഗങ്ങളിൽ നിന്ന് മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റ എന്നിവിടങ്ങളിലേക്ക് നിരവധി വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും ദിവസേന യാത്ര ചെയ്യുന്ന റൂട്ടാണിത്. മഴക്കാലമെത്താൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ റോഡ് നിർമ്മാണം വൈകുന്നത് ഈ റൂട്ടിലെ വാഹന ഗതാഗതം നിലയ്ക്കുന്ന സ്ഥിതിയിലാക്കും. റോഡുകളിലെ കുഴികളിൽ വെള്ളം കെട്ടിനിന്ന് ചെറുവാഹനങ്ങൾക്കും സഞ്ചരിക്കാൻ കഴിയാതെയാകും. റോഡ് നവീകരണ പ്രവർത്തനം ആരംഭിക്കാത്തതിനാൽ ബസ്സുകൾ സർവീസ് നിർത്തിയാൽ വിദ്യാർത്ഥികൾക്കും മറ്റ് യാത്രക്കാർക്കും യാത്ര ദുഷ്കരമാകും. നിലവിൽ രാവിലെ 8 മണിക്ക് സർവീസ് നടത്തുന്ന ബസ് സർവീസ് മുടങ്ങിയ സ്ഥിതിയിലാണ്. മാനന്തവാടി നഗരസഭ തവിഞ്ഞാൽ, തൊണ്ടർനാട്, എടവക പഞ്ചായത്തുകളിൽ കടന്നുപോകുന്നതും ആയിരക്കണക്കിന് യാത്രക്കാരും വാഹനങ്ങളും കടന്നുപോകുന്ന റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡ് മോശമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബസ് സർവീസ് പൂർണ്ണമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. മറ്റുള്ള സർവീസുകൾ നിർത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബസ്സിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുന്നത് കൊണ്ട് റോഡ് ഗതാഗത യോഗ്യമല്ലാത്തതുകൊണ്ട് നിർത്തും എന്നാണ് അവർ മുന്നറിയിപ്പ് തന്നിരിക്കുന്നത്. ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് വളരെ മാസങ്ങൾക്ക് മുമ്പേ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അവർ തീർത്തും അവഗണിക്കുകയാണ് ഈ റോഡിനോട്. ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഇത്തരം നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടികൾ ഉണ്ടാകും എന്നുള്ളത്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. അഴിമതി വിരുദ്ധ മനുഷ്യാവകാശ സംരക്ഷണ ഫോറം വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 ദിവസമായി പര്യടനം നടത്തിയ ജനബോധനയാത്ര ബത്തേരിയിൽ സമാപിച്ചു. ചുങ്കത്ത് സമാപന സമ്മേളനം സുരേഷ് വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളസോമൻ, മാക്ക പയ്യമ്പള്ളി, MD തങ്കച്ചൻ, ജഷീർ പള്ളിവയൽ, പ്രജിത, ജാഥ ക്യാപ്റ്റൻ സുബൈർ ഓണിവയൽ, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. വിലക്കയറ്റവും ക്രമസമാധാന തകർച്ചയും സ്ത്രീ സമൂഹത്തിനെതിരെയുള്ള അക്രമങ്ങളും ഗുണ്ടാ മാഫിയകളുടെ അഴിഞ്ഞാട്ടവുമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ 1 വർഷത്തെ ഭരണ നേട്ടമെന്ന് KPCC സെക്രട്ടറി KK അബ്രഹാം. പുൽപ്പള്ളിയിൽ സംസ്ഥാന സർക്കാരിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് UDFന്റെ നേതൃത്വത്തിൽ നടത്തിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പോലീസ് അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും സർക്കാർ നിഷ്ക്രിയത്വത്തിന്റെ തടവറയിലാണെന്നും അബ്രഹാം കുറ്റപ്പെടുത്തി. TS ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി NU ഉലഹന്നാൻ, PN സജീവ്, CP കുര്യാക്കോസ്, PD ജോണി, KS കറിയ എന്നിവർ സംസാരിച്ചു. കർഷകരോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. രാഷ്ട്രീയ പ്രതിയോഗികളെ അരിങ്കൊലയ്ക്ക് വിധേയമാക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഭരണത്തിന്റെ 60ാം വാർഷികം ആഘോഷിക്കുന്ന ദിവസം തന്നെ കേരളത്തിൽ ആരുടെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കിയാണോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്, കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ പേരിൽ കണ്ണീരൊഴുക്കിയാണ്. 1 വർഷം തികയുന്ന പിണറായി സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് UDF മുള്ളൻകൊല്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാടിച്ചിറയിൽ പൊതുയോഗവും പ്രകടനവും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം വർഗീസ് മുരിയൻകാവിൽ ഉദ്ഘാടനം ചെയ്തു. ജോസഫ് തിരുവേലി അധ്യക്ഷനായിരുന്നു. ആസീസ്, തോമസ് പാഴുക്കാല, ശിവരാമൻ പാറക്കുഴി, CD തങ്കച്ചൻ, അഗസ്ത്യ പുത്തൻപുര എന്നിവർ സംസാരിച്ചു. അമ്പലവയലിൽ പ്രതിഷേധ പ്രകടനത്തിനും പൊതുയോഗത്തിനും K വിജയൻ, അയൂബ്, ബാലസുബ്രഹ്മണ്യൻ, PP അസൈനു, തലേക്കൻ മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊതുയോഗത്തിൽ K ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു.
അമ്പലവയൽ കുറ്റിക്കൈത 6-ാം വാർഡിൽ 14 ലക്ഷം മുടക്കി നിർമ്മിച്ച കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ ശശി നിർവഹിച്ചു. കുറ്റിക്കൈത പ്രദേശത്ത് 50ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് MSVT ഫണ്ടായി 12 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിണർ, പമ്പ് ഹൌസ്, ജലസംഭരണി, പൈപ്പ് എന്നിവ സ്ഥാപിച്ചത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ MP കുഞ്ഞുമോൾ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് മെമ്പർ ഗീതാരാജു, K ഷമീർ, MC കുര്യാക്കോസ്, മൂളി അശോക് തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് സിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ ഹരിത വനവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കർഷകരുടെ കൃഷിയിടങ്ങളിൽ പഴവർഗ്ഗ തൈകൾ നടിയിൽ ഉദ്ഘാടനം പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ പോൾ നിർവഹിച്ചു. KR ജയരാജ് അധ്യക്ഷനായിരുന്നു. PA ഡിവൈൻസ്, TM ജോർജ്, TJ മാത്യു, KJ ജോസ് എന്നിവർ സംസാരിച്ചു. നെന്മേനി പഞ്ചായത്ത് 2016-17 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെട്ട ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകളുടെയും വിവിധ ലൈബ്രറികൾക്ക് പുസ്തക വിതരണത്തിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് CR കറപ്പൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മേരി ടീച്ചർ അധ്യക്ഷയായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജഗോപാൽ, രാമചന്ദ്രൻ, സരള ഉണ്ണികൃഷ്ണൻ, KC തങ്ങൾ, MM ജോർജ് എന്നിവർ സംസാരിച്ചു. ചീരാൽ വെണ്ടോൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ഈ മാസം 28, 29 തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 28-ന് രാവിലെ 10:30 മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സജീവ് മാറോളി മഹോത്സവം ഉദ്ഘാടനം ചെയ്യും. 29-ന് രാവിലെ സാംസ്കാരിക സമ്മേളനം MLA IC ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഉപദേവത പ്രതിഷ്ഠ 29-ന് കാലത്ത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ തെക്കിനിയടത്ത് പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തീയതികളിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ കൊണ്ടാടുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തിരുനെല്ലി ക്ഷേത്രത്തിലെ ഉപക്ഷേത്രമാണ്. മെയ് 28 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് സർവേശ്വര പൂജ, തുടർന്ന് കണ്ണൂർ ഉണ്ണികൃഷ്ണ വാര്യരുടെ ആധ്യാത്മിക പ്രഭാഷണം, 10:30 മഹോത്സവം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ രാജീവ് മാറോളി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ദേശീയ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുൽപ്പള്ളിയിൽ വയനാട് കരാത്തെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. വയനാട് ജില്ലയ്ക്ക് വേണ്ടി സംസ്ഥാന, ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ വിജയം കൊയ്ത വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ സെക്രട്ടറി ഗ്രിഗറി വൈത്തിരി ഉദ്ഘാടനം ചെയ്തു. PV സുരേഷ് അധ്യക്ഷനായിരുന്നു. NM ചന്ദ്രബാബു, സജി PP, രവീന്ദ്രൻ, MR സനൽ എന്നിവർ സംസാരിച്ചു. സ്വീകരണത്തിന്റെ ഭാഗമായി പുൽപ്പള്ളി ടൗണിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കശാപ്പിന് കന്നുകാലികൾ വിൽക്കുന്നത് രാജ്യവ്യാപകമായി നിരോധിച്ചു. നടപടി മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ നിയമം അനുസരിച്ച്. ഉത്തരവ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റേത്. കേന്ദ്ര തീരുമാനം അംഗീകരിക്കില്ലെന്ന് മന്ത്രി സുനിൽ കുമാർ. വിഭജനമുണ്ടാക്കാൻ നീക്കമെന്ന് മന്ത്രി G സുധാകരൻ. ഉത്തരവ് നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് BJP. തിക്കോടി ഗോഡൌണിൽ നിന്ന് കാണാതായ അരിയും ലോറിയും മീനങ്ങാടി FCI ഗോഡൌണിൽ. തിക്കോടിയിൽ നിന്ന് മീനങ്ങാടിയിലേക്ക് ഒരാഴ്ച. വയനാട് റെയിൽവേ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കർണാടക നേതൃത്വവുമായി ചർച്ച നടത്തി. കർണാടക അനുകൂലമെന്ന് നേതാക്കൾ. പ്രിയദർശിനി ട്രാൻസ്പോർട്ട് സഹകരണ സംഘത്തിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ തെളിവെടുപ്പ്. വിശുദ്ധ റംസാൻ വ്രതാചരണത്തിന് തുടക്കം. പള്ളികളും മുസ്ലിം ഭവനങ്ങളും ഒരുങ്ങി. H1N1 പനി വർദ്ധിച്ചു. ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. നിറമാട് കോളനിയിൽ ഡിഫ്തീരിയ പ്രതിരോധ നടപടി. പിണറായി ഗവൺമെന്റിന്റെ 1ാം വാർഷികം. കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. വനിതകൾക്കെതിരായ അതിക്രമം 1 വർഷത്തെ നേട്ടമെന്ന് KK അബ്രഹാം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.